താലൂക്ക് ഹോസ്പിറ്റൽ പോലെ ഒരു ഹോസ്പിറ്റലില് ജനറേറ്ററിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ അതിന് ഡീസൽ വാങ്ങിക്കാൻ പൈസ ഇല്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. എന്ത് കാര്യത്തിലും 1-ാം നമ്പർ നിൽക്കുന്ന കേരളം. വിശ്വസിക്കുന്ന ജനങ്ങളാണ് മണ്ടര്. 1-ാം നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആരും വിദേശത്ത് പോകേണ്ട ആവശ്യം വരത്തില്ല. നിനക്കൊക്കെ പോയി വല്ല കന്നല്ലേ മേച്ചൂറ. ഇത് ഞാൻ തെളിയിക്കും. ഈ മെഡിസിൻസ് ഒന്നും ഇല്ലേ? ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഒന്നുമില്ല. സർജറി സാധനങ്ങളൊന്നും ഇല്ല. ചമ്മി ഇവിടെ നിന്നാ പോരെ. അതെന്താ ഇല്ലാത്ത? നീ ഇവിടെ വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കണം ഒഴിച്ചു തരാൻ. ഇതിലേതേലും ഉണ്ടോ? ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാരാ? എങ്ങനെ ഇരിക്കണം? ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാരാ? നീയാണോ? അതെ, ഞാനാണ്. നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ? പരിശോധന എന്ന് പറഞ്ഞ് ചെന്നു. അവിടെ ഈ അത്യാവശ്യത്തിനുള്ള മരുന്നൊന്നും ഇല്ല എന്ന് മന്ത്രി നേരിട്ട് തന്നെ കണ്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ചെന്നപ്പോഴാണ് അത്യാവശ്യത്തിനുള്ള മരുന്ന് പോലും ഇല്ല ഈ ആശുപത്രിയിൽ. സർക്കാർ ആശുപത്രിയുടെ അവസ്ഥയാണിത്. ക്ലെയിം എന്ന് പറയുമ്പോൾ 1600 കോടി രൂപയാണ് ഒരു വർഷം സൗജന്യ ചികിത്സയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത്. മരുന്നുകളുടെ കാര്യത്തിലും ഇത് നമുക്ക് കാണാനായിട്ട് കഴിയും. മേലനങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. ആരോഗ്യമന്ത്രി ചെന്നിട്ടാണ് ഇത് അവസ്ഥ. യഥാർത്ഥം എന്താണെന്ന് നമുക്കറിയാം. പിണറായി വിജയൻ ചെന്നാൽ പോലും മരുന്നൊന്നും നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ആണ് ഇവിടുത്തെ യാഥാർത്ഥ്യം എന്നെങ്കിലും ഇതേപോലുള്ള അഭ്യാസങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല.